ഏറെ ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ ദേവാലയത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. പാതിരീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആലപ്പുഴയിലുള്ള ചേർത്തലയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. മണിയംകുളം ഇടവകയിലുള്ള മാതൃവേദി അമ്മമാരെ കൂട്ടിക്കൊണ്ട് ഒരു തീർത്ഥാടന യാത്രയാണ് ഈ ഒരു അർത്തുങ്കൽ ദേവാലയത്തിലേക്ക് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. തീരദേശത്തായി നിലകൊള്ളുന്ന ഈ ഒരു ദേവാലയം ധാരാളം ആളുകൾക്ക് ഇന്നും അഭയ സങ്കേത കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. തീരപ്രദേശത്തായതുകൊണ്ട് ധാരാളം ആളുകള് ഈ തീരദേശത്തേക്കും ഈ ഒരു അർത്തുങ്കൽ ദേവാലയത്തിലേക്കും കടന്നു വരുന്ന ഒരു സ്വാഭാവിക പ്രവണത ഈ ഒരു ദേവാലയത്തിനായിട്ടുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയം ഈ ഒരു ദേവാലയത്തെ ഒത്തിരിയേറെ വർത്തമാനമാക്കിയിട്ടുണ്ട്. ഈ ഒരു ദേവാലയത്തിന്റെ ഔദ്യോഗികമായ പേര് സെന്റ് ആൻഡ്രൂസ് ബസലിക്ക എന്നുള്ള പേരിലാണ്. 2010 ഈ ഒരു ബസലിക്ക പദവി ഈ ഒരു ദേവാലയത്തെ തേടി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ 7ാമത്തെ ബസലിക്ക എന്നുള്ള പദവി ഇതിനോടകം ഈ ഒരു ദേവാലയം നേടിയെടുക്കുകയുണ്ടായി. 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദേവാലയം പോർച്ചുഗീസുകാരാണ് പണി തീർത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1581 പോർച്ചുഗീസുകാര് ഈ ഒരു ദേവാലയത്തിന്റെ പൂർണമായ നിർമ്മാണം അതും കല്ലിൽ തീർത്തുകൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു. ബസലിക്കായുടെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൃഹത്തായ ഒരു ദേവാലയം, യഥേഷ്ടം ആയിരക്കണക്കിന് ആളുകൾക്ക് വിശുദ്ധ കുർബാനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും. പ്രധാനമായിട്ടും ജനുവരി മാസത്തിലാണ് ഈ ഒരു ദേവാലയം ലക്ഷ്യമാക്കി ജനലക്ഷങ്ങൾ കടന്നു വരുന്നത്. കാരണം ഈ ഒരു ദേവാലയം സെന്റ് ആൻഡ്രൂസ് ബസലിക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും സെബസ്ത്യാനോസിനോടുള്ള വലിയൊരു ഭക്തി പ്രവാഹം ജനുവരി മാസത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ദേവാലയത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ദേവാലയത്തെ മറ്റു ദേവാലയങ്ങളിൽ നിന്ന് ഈ ഒരു ദേവാലയത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകം. മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ അർത്തുങ്കൽ ദേവാലയം എന്ന് പറയുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ അവരുടെ ഭക്തി പ്രവാഹമൊക്കെ കഴിഞ്ഞ് തിരികെ ഈ ഒരു ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷം കടൽ തീരത്തേക്ക് പോയി അവിടെ കുളിച്ച് ഒരുങ്ങിയതിന് ശേഷം മാലയൂരുന്ന ഒരു നല്ല ഒരു പാരമ്പര്യം ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സമുദായത്തിനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ദേവാലയത്തിന്റെ മഹത്വം എടുത്തു കാണിക്കുന്ന മറ്റൊരു പ്രത്യേകതയായിട്ട് ചരിത്ര രേഖകളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്നത്. പൂർണമായും കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഈ ദേവാലയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പോർച്ചുഗീസുകാർ പണി തീർത്ത 1581 ദേവാലയം നിലകൊള്ളുന്നത്. അതേപടി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ദേവാലയം ഈ ഒരു വലിയ ബസലിക്കായുടെ പിൻപിലായിട്ട് നിലകൊള്ളുകയാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ സർവ പ്രൗഢിയും വിളിച്ചോതുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ദേവാലയമാണ് ഇതിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ദേവാലയത്തിന്റെ മുൻഭാഗത്തുള്ള ഭിത്തിയിന്മേൽ ആലേഖനം ചെയ്തിരിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പ്രാചീനത വിളിച്ചോതുന്ന രീതിയിലുള്ള മനോഹരമായ അൾത്താര എനിക്ക് കാണപ്പെടുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രസംഗ പീഠമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു പോർച്ചുഗീസുകാർ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ദേവാലയത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് 16ാം നൂറ്റാണ്ടിൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദേവാലയം ഇന്നും പ്രൗഢിയോടുകൂടി ശോഭ കെടാതെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ചരിത്ര വസ്തുതയും വാസ്തുശില്പവും ഞാനെന്ന് ഒരു നിമിഷം ഓർത്തു പോവുകയായിരുന്നു. അർത്തുങ്കൽ ദേവാലയത്തിൽ തീർത്ഥാടകരായിട്ട് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ
ഈ ഒരു പഴയ ദേവാലയം കൂടി കയറി കാണുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ നിയോഗങ്ങളായി സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ മാമോസ തൊട്ടി ഞാനൊന്ന് കാണുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം മക്കൾക്ക് സഭയിലേക്ക് ജന്മം നൽകുവാൻ ഈ ഒരു മാമോസ് തൊട്ടി കാരണമായിട്ടുണ്ട്. വീണ്ടും ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഒപ്പിയെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അർത്തുങ്കൽ ബസലിക്കായുടെ ആഗമന വീക്ഷണം, അതും പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഈ ഒരു ദേവാലയ ആഗമനം എന്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇതുപോലുള്ള ചിത്രീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപവും അന്ത്യ അത്താഴത്തിന്റെ നല്ല വിപുലമായ രീതിയിലുള്ള ചിത്രീകരണവും ഒക്കെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. പല പ്രാവശ്യം ഈ ഒരു അർത്തുങ്കൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത്. അങ്ങകലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു അർത്തുങ്കൽ ദേവാലയം ഒരു ആഗമന വീക്ഷണം നടത്തുവാനുള്ള പരിശ്രമം ഞാൻ നടത്തുകയാണ്. അതേ തുടർന്ന് എല്ലാവരും ദേവാലയ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച ശേഷം ചെന്നെത്തുന്ന മറ്റൊരു ഇടമാണ് ഈ ഒരു കടൽ തീരം എന്ന് പറയുന്നത്. ദേവാലയത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന ഈ ഒരു കടൽ തീരത്തേക്ക് ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ബസ്സുകൾക്ക് എത്തിച്ചേരുമ്പോൾ യഥേഷ്ടം നല്ല പാർക്കിംഗ് സൗകര്യം ഈ ഒരു കടൽ തീരത്തിനോട് അടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തി കുളിക്കുവാനൊന്നുമല്ല, മറിച്ച് കാലൊക്കെ ഒന്ന് കഴുകി ഈ ഒരു കടൽ തീരത്തിലൂടെ ഒന്ന് നടന്ന് ഇതിന്റെ ഇളം കാറ്റുകളൊക്കെ ഏറ്റ് അതിൽ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ആളുകൾ കടന്നു പോകുന്നത്. അതും കടൽ തീരത്തുള്ള ഉണക്കമീനും നമുക്ക് യഥേഷ്ടം വാങ്ങിക്കുവാൻ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു കടൽ തീരവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. കടൽ തീരത്തെ ഇളം കാറ്റുകൾ തഴുകിക്കൊണ്ട് മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലെ നിൽക്കുക എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമാണ്, മനസ്സിന് കുളിർമ നൽകുന്നതാണ്. ജയ് ജയ് മണിയങ്കുളം, ജയ് ജയ് മണിയങ്കുളം, ജയ് ജയ് മണിയങ്കുളം.